കൊല്ലത്ത് നടക്കുന്ന CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിന് അല്പസമയത്തിനകം തുടക്കമാകും. CPIM കേന്ദ്ര കമ്മിറ്റി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. തുടർഭരണം ലക്ഷ്യമിട്ടുള്ള നവകേരള രേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കും. സമ്മേളനത്തിനായി പ്രതിനിധികൾ എത്തി തുടങ്ങി. പ്രായപരിധി അനിവാര്യമെന്നും അത് പാർട്ടിയെടുത്ത നിലപാടെന്നും പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ പറയുന്നു. നമ്മൾ തീരുമാനിച്ചത് 75 വയസ്സെന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം. കേരളവും ആ തീരുമാനമാണ് എടുത്തു പോരുന്നത്. പിന്നെ ഓരോ സംസ്ഥാനത്തിന്റെയും പ്രത്യേകത ഉണ്ടോ. നമ്മൾ 75-ാമത്തെ വയസ്സിൽ പാർട്ടിയുടെ ഒരു പ്രത്യേക കമ്മിറ്റിയിൽ നിന്ന് മാറി എന്നതുകൊണ്ട് അവരുടെ പ്രവർത്തനം അന്ന് തന്നെ രാവിലെ ഒരു സ്വിച്ച് ഇട്ടതുപോലെ ഇല്ലാതാവുന്നില്ല. സ്വാഭാവികമായിട്ടും അവർക്ക് ചുമതലകൾ നൽകി അവര് ചുമതലകൾ ഏറ്റെടുക്കാൻ മുൻകൈ എടുത്തുകൊണ്ടും പ്രവർത്തിക്കുകയാണ് ചെയ്യുക. അത് ഇപ്പൊ നമ്മളിത് കഴിഞ്ഞ സമ്മേളനത്തിലാണ് തുടങ്ങിയത്. ഇപ്പോൾ ഈ സമ്മേളനത്തിൽ അത് നമ്മൾ തുടരുന്നു. സ്വാഭാവികമായിട്ടും ഇത് അവരുടെ പ്രവർത്തനത്തെ ഏറ്റവും ഫലപ്രദമായി പാർട്ടിക്ക് ഉപയോഗിക്കാവുന്ന രൂപത്തിലുള്ള ഒരു കാഴ്ചപ്പാട് രൂപീകരിക്കാൻ പോവുക. CPIM-ന് ഉള്ളിൽ അർഹമായ വനിതാ പ്രാതിനിധ്യമുണ്ടെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കാലഘട്ടത്തിനനുസരിച്ച് പാർട്ടി വനിതകൾക്ക് പരിഗണന നൽകിയെന്നും ഡോക്ടർ ആർ ബിന്ദു പറയുന്നു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ അനുഭവങ്ങളിലൂടെ കടന്നുപോയി ഈ സംഘടന ഏൽപ്പിക്കുന്ന ചുമതലകൾ നിർവഹിക്കാൻ പ്രാപ്തിയുള്ളവരായി തീരുമ്പോൾ ആ സന്ദർഭത്തിൽ അതാത് കമ്മിറ്റികളിലേക്ക് ഉൾക്കൊണ്ടുപോകുന്ന രീതിയാണ് പാർട്ടിക്കുള്ളത്. CPIM-ന്റെ നേതൃത്വത്തിലുള്ള വനിതകളാണ് അവരെ ഏൽപ്പിക്കുന്ന സംഘടനാ ചുമതലകൾ കൃത്യമായി നിർവഹിക്കാൻ പ്രാപ്തിയുള്ളവരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പം അരുൺ രാജ് കൂടി ചേരുകയാണ്. അരുൺ രാജ്, പറയൂ വിവരങ്ങൾ. CPIM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഇപ്പോൾ ഈ പ്രതിനിധി സമ്മേളന ഹാളിലേക്ക് മുഖ്യമന്ത്രി അടക്കമുള്ളവർ എത്തിച്ചേർന്നിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ പാർട്ടി പതാക അത് ഈ സമ്മേളന നഗരിയിൽ ഹാളിൽ ഇപ്പോൾ CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ AK ബാലൻ ഉയർത്തും. ഇതിനുശേഷമായിരിക്കും പ്രതിനിധി സമ്മേളനത്തിന് ഔപചാരികമായ തുടക്കമാവുക. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുടെയൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പ്രതിനിധി സമ്മേളനത്തിൽ ആദ്യഘട്ടത്തിൽ പ്രവർത്തന റിപ്പോർട്ടും രണ്ടാം ഘട്ടത്തിൽ സർക്കാർ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇടതുമുന്നണി മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നവകേരള രേഖ കൂടി ഇന്ന് മുഖ്യമന്ത്രി ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവരുടെയൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രായപരിധി അടക്കമുള്ള വിഷയങ്ങളിൽ സമ്മേളനം എടുക്കാൻ പോകുന്ന നിലപാട്, ഇക്കാര്യത്തിൽ സമ്മേളനത്തിലേക്ക് ഉയർന്നു വരുന്ന ചർച്ചകൾ അതെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും രാവിലെ നമ്മളോട് സംസാരിച്ച നേതാക്കളെല്ലാം പറഞ്ഞത് രണ്ടാം തലമുറ നേതാക്കൾ അത് സംസ്ഥാനത്ത് CPIM-നുള്ളിൽ ശക്തമായി തന്നെ തുടരുന്നു. അത് ഈ സമ്മേളന കാലയളവോടുകൂടി എറണാകുളം സമ്മേളനത്തിൽ തുടങ്ങിവെച്ച ആ നേതൃമാറ്റം അത് ഈ കൊല്ലം സമ്മേളനത്തോടുകൂടി പൂർത്തിയാകും എന്നുള്ളതാണ് രാവിലെ സംസാരിച്ച CPIM-ന്റെ നേതാക്കൾ വ്യക്തമാക്കിയത്. അത് ഈ കൊല്ലം സമ്മേളനത്തിന്റെ പ്രത്യേകതയായി മാറുന്നു എന്നുള്ളത് കൂടിയാണ്. രണ്ടാം തലമുറ നേതാക്കളുടെ കാര്യത്തിൽ CPIM-നുള്ളിൽ നേതൃത്വ ഒരു അപജയമില്ല. നേതൃത്വത്തിന് പര്യാപ്തമായ നേതൃത്വമാണ് ഇപ്പോൾ നിലവിലുള്ളത്. നേതൃത്വം കൂടുതലാണ് എന്ന പരിഭവം മാത്രമാണ് തങ്ങൾക്കുള്ളത് എന്നുള്ള കാര്യം കൂടി നേതാക്കൾ പങ്കുവെക്കുന്നു. എന്തായാലും ഈ സമ്മേളന നടപടികളിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ നൽകിയത്.